നമസ്കാരം. ക്രൂസി ടി വിഷനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഉച്ചക്കത്തെ വാർത്തകൾ സന്ധ്യയ്ക്ക് വായിക്കുന്നത് ശ്രീ അക്ഷയ് എം നായർ. വാർത്തകൾ ചുരുക്കത്തിൽ: കണ്ണീർ പുഴയായി KUCT, സൂംബ തേമ്പി, കൈകൾ വഴുതുന്നു, സോപ്പുകൾ ക്ലോസറ്റിൽ, പപ്പട കലാപം ഒഴിവായത് തലനാരിഴയ്ക്ക്. വിനോദ വാർത്തകൾ: ആരങ്ങൊഴിയാതെ രാജശ്രീ ടീച്ചർ, ക്യാമ്പിന് ആവേശം പകർന്നുകൊണ്ട് പ്രശസ്ത ചലച്ചിത്ര താരം. കായിക വാർത്തകൾ: ആവേശം കെടുത്തി കാൽപന്ത് കളി, 70s പുത്തൻ താരോദയം. വാർത്തകൾ വിശദമായി. കണ്ണീർ പുഴയായി KUCT ക്യാമ്പിന്റെ 3-ാം ദിവസമായ ഇന്ന് രാവിലത്തെ മാനസികാരോഗ്യ ക്ലാസ്സിനിടയിലാണ് തിക്താനുഭവങ്ങൾ പങ്കുവെച്ച് വിദ്യാർത്ഥികൾ സഹപാഠികളെ കണ്ണീരിലാഴ്ത്തിയത്. സൂംബ തേമ്പി. പുത്തൻ അനുഭവമായി സൂംബ ചുവടുകൾ പിഴച്ച് സൂംബ ഇൻസ്ട്രക്ടേഴ്സ് അഞ്ജലിയും അഞ്ജലിയും സ്റ്റേജിൽ പുഴുത്തു നാറി. കൈകൾ വഴുതുന്നു, സോപ്പുകൾ ക്ലോസറ്റിൽ. ഈ വാർത്തയുടെ വിശദ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വീണ എം ക്യാമ്പസിൽ നിന്ന് ചേരുന്നു. ഹലോ വീണ, കേൾക്കാമോ? എന്താണ് ഈ വാർത്തയുടെ വിശദ വിവരങ്ങൾ? നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. നിരവധി വിദ്യാർത്ഥികളാണ് ആശങ്കയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. സോപ്പുകളിലെ അമിതമായ വഴുവഴുപ്പാണ് കൈകളിൽ നിന്ന് തെന്നുന്നതിന് കാരണം. വീണ, ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ക്യാമ്പ് കോർഡിനേറ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ലേ? പക്ഷേ നിലവിൽ ശാശ്വത പരിഹാരങ്ങളൊന്നും ക്യാമ്പ് കോർഡിനേറ്റേഴ്സ് കൈക്കൊണ്ടില്ല. പക്ഷേ പണ്ട് NSS ക്യാമ്പിലെ ചൂണ്ടയിട്ട് സോപ്പ് പിടിച്ച അനുഭവം പങ്കുവെച്ച രമ്യ തന്നെ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുമെന്നാണ് ക്യാമ്പ് നിവാസികളുടെ പ്രതീക്ഷ. രമ്യ കൃഷ്ണയ്ക്ക് ചൂണ്ട കോർഡിനേറ്റേഴ്സ് നൽകുമെന്ന പ്രതീക്ഷയോടെ ക്രൂസി ടി വിഷൻ. പപ്പട കലാപം ഒഴിവായത് തലനാരിഴയ്ക്ക്. കൊല്ലത്തിന് പിന്നാലെ പപ്പടത്തിന് കലാപാഹനവുമായി യൂണിയൻ ചെയർപേഴ്സൺ അദ്വൈത് കൃഷ്ണ. പപ്പടം എണ്ണി തിട്ടപ്പെടുത്തി കലാപം ഒഴിവാക്കി മാതൃകയായി മീനു മോഹൻദാസ്. വിനോദ വാർത്തകൾ: ആരങ്ങൊഴിയാതെ രാജശ്രീ ടീച്ചർ. കലാതിലകം ശ്രീമതി രാജശ്രീ അവരുടെ ഈ സീസണിലെ എല്ലാ ബുക്കിങ്ങുകളും അവസാനിച്ചതായി പ്രോഗ്രാം കമ്മിറ്റി അറിയിച്ചിരിക്കുന്നു. ക്യാമ്പിന് ആവേശം പകർന്ന് ചലച്ചിത്ര താരത്തിന്റെ പ്രസൻസ്. ഇസം 2026 സഹവാർഷിക ക്യാമ്പിനിടയിലാണ് മാറ്റ് കൂട്ടിക്കൊണ്ട് പ്രശസ്ത ചലച്ചിത്ര താരം കണ്ണൻ നായർ ക്യാമ്പിലേക്ക് എത്തിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാത്ത പോരാട്ട വീര്യം കാട്ടിവെക്കുന്ന അദ്ദേഹം ടൂറിനിടയിൽ ചൂയിങ്കം കഴിച്ചുകൊണ്ട് കുട്ടികളിൽ ആ പോരാട്ട വീര്യം കാട്ടി മാതൃകയായിട്ടുണ്ട്. ക്യാമ്പിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കായിക വാർത്തകൾ: ആവേശം കെടുത്തി കാൽപന്ത് കളി. ഫുട്ബോളിൽ കാറ്റ് നിറയ്ക്കാനാവാതെ കാൽപന്ത് കളി ഉപേക്ഷിക്കേണ്ടി വന്നു. സ്പോർട്സ് സെക്രട്ടറിയുടെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്ന് കായിക പ്രേമികൾ. 70s പുത്തൻ താരോദയം. മലയാള വിഭാഗത്തിൽ നിന്ന് 70s ചുവട് വെച്ച് ക്രിസ്റ്റീന ആദ്യ കളിയിൽ പരാജയപ്പെട്ടെങ്കിലും വീറും വാശിയുമായി പിന്നീടുള്ള മത്സരങ്ങളിൽ ദയനീയ തോൽവി ഏറ്റുവാങ്ങി. നാളെ കാണാമെന്ന യാതൊരു പ്രതീക്ഷയുമില്ല. കാണാം.